आओ तुम्हें जान पे ले जाए, प्यार भरे सपने सजाए, छोटा सा बंगला बनाए, एक नई दुनिया बसाए। ओ आओ तुम्हें जान पे ले जाए. ഹായ്, ഞാൻ അബ്ദുൾ റഷീദ്. ആനിമൽസിനോട് വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഷിഫ മെറ്റലിനെ പറ്റി നമ്മൾ എൻ്റെ പ്രതിനിധികളോട് ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. നമ്മൾ റിവ്യൂ എല്ലാം കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഓവറോൾ വെരി പ്രൊഫഷണൽ മാനേജ്മെന്റ്. സ്റ്റേ ആയിക്കോട്ടെ, വൺ വേർഡിൽ പറയാൻ സ്റ്റേ ഹോം അവേ ഹോം, അവേ ഫ്രം ഹോം. അത് നമുക്കൊരു വീട്ടിലുള്ള മാതിരത്തെ എല്ലാ ഫീലിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നില്ല വി ആർ സം സെന്റേഴ്സ്. വെരി ഗുഡ് പീപ്പിൾസ് ആർ വെരി നൈസ്. മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഓണേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ്സ് ആയിക്കോട്ടെ, ബിഗിൻ ഫ്രം ദ സെക്യൂരിറ്റി സ്റ്റാഫ്സ് ഡൗൺ, എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ നമ്മെ ഇവിടുത്തെ സ്റ്റേ വളരെ എൻജോയ് ചെയ്തു. വിഷ് എങ്കിൽ നമ്മളെ കോൺടാക്ട്സിലെല്ലാം നമ്മൾ ഷിഫ മെറ്റലിനെ പറ്റി പറയാം. We will encourage people to come and experience the lovely experience. Thank you. ഹായ്, ഞാൻ ഡോക്ടർ ഷാനബ റഷീദാണ്. ഞങ്ങൾ ആൻഡമാൻസിലാണ് വന്നത്. ഇവിടെ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ ഉമ്മാണ് റീസെർച്ച് ഒക്കെ ചെയ്തപ്പോ ഉമ്മ പറഞ്ഞു തരും എവിടെ നിന്നാണ് എത്തിയത്, എങ്ങനെ ഇവിടെ കണ്ട് എത്തിയത്. ഇവിടെ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എങ്ങനെ പോസ്റ്റ് ഡെലിവറി ഉണ്ടാവേണ്ടതെന്നെല്ലാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീട്ടിൽ വന്ന് ചെയ്യുന്ന മാതിരി തന്നെ ചെയ്താൽ മതി ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞ നല്ലതായി. ഇവിടെ ഞങ്ങൾ എത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം മസാജ്, പിന്നെ എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ്, പീഡിയാട്രീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ് രണ്ടാളും ഉണ്ട്. പിന്നെ ഒരു റെഗുലർ ആയിട്ട് ഒരു RMO ഉണ്ട്. അപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്കറിയാം, ഒരു കോൾ ചെയ്താല് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോ എക്സ്പീരിയൻസ് വാസ് വെരി വെരി നൈസ്. ആൻഡ് എനിക്ക് ഒന്നും കൂടി ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഇവിടെ വരണം ആഗ്രഹമുണ്ട്. പക്ഷെ നോക്കട്ടെ എങ്ങനെയൊക്കെ ആവുന്നേ. പിന്നെ എന്റെ തെറപ്പിസ്റ്റ് ഹർഷ ആയിരുന്നു. അപ്പോ നല്ലോണം ഷി വാസ് വെരി ഫ്രണ്ട്ലി ആൻഡ് നല്ലോണം ആയിരുന്നല്ലോ ട്രീറ്റ്മെന്റ് ഒക്കെ. ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ബ്രദർ ഇൻ ലോ ഫസ്റ്റ് ഇവിടുത്തെ ഷിഫ മെറ്റലിനെ പറ്റിയിട്ട് സജസ്റ്റ് ചെയ്തു. അതിനുശേഷം അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഷമീം മാഡുമായിട്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവര് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. അപ്പോ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചപ്പോ തന്നെ ആദ്യം മോള് പറഞ്ഞത് വീട്ടിൽ തന്നെ മതി, എവിടെയും സെന്റേഴ്സിലൊന്നും വേണ്ടെന്നായിരുന്നു. പക്ഷെ ഇവിടുത്തെ വീഡിയോസും അതൊക്കെ കണ്ടപ്പോ അവർക്കും ഓക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പിന്നെ ഇവിടുത്തെ സർവീസും പിന്നെ എല്ലാം തന്നെ ഫുഡ് ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാം നല്ല ഇതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഉമ്മമാരോടാണ്. അതായത് മക്കളുടെ പ്രസവം എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുന്നത് മദേഴ്സിനാണ്. അപ്പൊ ആ ഒരു സ്ട്രെസ്ഫുൾ ഡേയ്സിനെ മോസ്റ്റ് റിലാക്സിങ് പീരിയഡ് ആക്കി ഷിഫ മെറ്റൽ മാറ്റി തന്നു. അതിൽ വലിയൊരു താങ്ക്സ് ടു ഷിഫ മെറ്റലിന്റെ മാനേജ്മെന്റ്. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്കൊരു റിലാക്സ് ആയിട്ടുള്ളൊരു ഇവിടെ നിൽക്കുമ്പോണ്ടായിരുന്നു, സ്റ്റേ ആയിരുന്നു. അതായത് ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഉള്ളത് കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും അടുത്ത് തന്നെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കാരണം വളരെ റിലാക്സിങ് ആയിരുന്നു. അപ്പോ ഇനി എനിക്ക് മദേഴ്സിനോട് പറയാനുള്ളത്, ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ബേബിന്റെ കൂടെ മാക്സിമം ടൈം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, വേറെ ഒരു ടെൻഷനും ഇല്ല. ബേബിന്റെ കൂടെ മാക്സിമം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ അതുപോലെ ന്യൂ മോമിനാണെങ്കിലും നമുക്ക് എന്താ പറയണ്ടേ, മൊത്തത്തിൽ റിലാക്സേഷൻ കൊടുക്കാം. ഞങ്ങള് ഇത് ചൂസ് ചെയ്തതിൽ വെരി ഹാപ്പിയാണ്. ഇവിടുത്തെ സർവീസസും പിന്നെ ഫുഡാണെങ്കിലും ഫുഡും എല്ലാം നല്ല ടേസ്റ്റി ഫുഡ്സ് ആയിരുന്നു. എല്ലാ സർവീസസും ലോണ്ടറി ആണെങ്കിലും ക്ലീനിങ്, ഹൗസ് കീപ്പിംഗും എല്ലാം നല്ലതായിരുന്നു. അപ്പം ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഷിഫ മെറ്റലിന് എല്ലാവിധ ആശംസകളും. നല്ല നിലയിലെത്തട്ടെ.